ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. January 1st, ജനുവരി മാസം 1-ാം തീയതി, ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്, വലിയവനാകുന്ന ദൈവത്തിൻ്റെ ബഹുത്വപൂരിതമാകുന്ന അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൊണ്ട് നിറഞ്ഞ ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ യഹോവയാകുന്ന ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. I will make you a great nation. I will bless you and make your name great. പുതിയ വർഷത്തിൽ കർത്താവ് എന്താണ് സംസാരിക്കുന്നത്? ഹൃദയത്തിൽ ഈ ശബ്ദം ഡിസംബർ മാസത്തിൽ ഉയർന്നുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, 2024 കുറിച്ച് അങ്ങയുടെ ശബ്ദം എളിയവൻ്റെയും ഹൃദയത്തിൽ പ്രകാശിക്കണമേ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ലഭ്യമായൊരു ബോധ്യമാണ്, ഗ്രേറ്റ്. അതൊരു ശബ്ദമായിട്ട് ഹൃദയത്തിൽ മുഴങ്ങുമ്പോൾ ഒരു പദം മാത്രമേ ഉള്ളല്ലോ എന്ന് ഞാൻ കരുതി. ഗ്രേറ്റ് 2024, ഗ്രേറ്റ് ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്. ഈ വർഷം ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം, കർത്താവിൽ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, വലിയവനാകുന്ന ദൈവം അവിടുത്തെ ഗ്രേറ്റ്നെസ്സിനെ സഭയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരിലൂടെ വെളിപ്പെടുത്തുവാൻ പോകുന്ന ഒരു വർഷമാണ് 2024. ലോകത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. ലോകത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഈ സന്ദേശത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ 2024 എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? ഗ്രേറ്റ് ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്. ഗ്രേറ്റ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ഫോർ സംതിങ് ബിയോണ്ട് ദ ഓർഡിനറി. സാധാരണമായതിൽ നിന്ന് ഉയർന്ന നിലവാരത്തിലുള്ള ഒന്നിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഗ്രേറ്റ് എന്ന പദം ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ വലിയ എന്ന വാക്ക് അതിനർത്ഥമായി വരുന്നുണ്ട്. വേണമെങ്കിൽ മഹത്വം എന്ന് വേണമെങ്കിലും പറയാം നമുക്ക്. മഹിമയാൽ നിറഞ്ഞ ഒരനുഭവം. ഈ നിലയിൽ ഗ്രേറ്റ്നെസ്സിനെ വെളിപ്പെടുത്തുവാൻ പോകുന്നു. സാധാരണമല്ല, ദൈവത്തിൻ്റെ സഭ സാധാരണമല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സാധാരണക്കാരല്ല, അവരിലൊരു ഗ്രേറ്റ്നെസ് ഉണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. ആ ഗ്രേറ്റ്നെസ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അവിടുന്ന് തന്നെയാണ്. യേശുവിലൂടെയാണ് ആ ഗ്രേറ്റ്നെസ് നമുക്ക് ലഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് പറയുമ്പോൾ അതൊരു പ്രൊഫസി കൂടിയാണ്. അതിനകത്ത് അബ്രഹാമിനെ മാത്രം എന്ന അർത്ഥത്തിലല്ല, അബ്രഹാമിലൂടെ ഉണ്ടാകുന്ന ഇസ്രയേൽ ജനതയെ വലിയ ജാതിയാക്കും എന്നതല്ല യഥാർത്ഥത്തിൽ അതിലടങ്ങിയിരിക്കുന്ന അർത്ഥം. ഇത് ദൈവസഭയെക്കുറിച്ചാണ്. ദൈവസഭയെ കർത്താവ് ഒരു ഗ്രേറ്റ് നേഷനാക്കുവാൻ പോകുകയാണ്. ലോകത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ നേഷൻ എന്ന് പറയുന്നത് ദൈവസഭയാകുന്നു, ചർച്ച് ഓഫ് ഗാഡ് ആകുന്നു. എല്ലാ രാജ്യങ്ങളിലും പരന്നു കിടക്കുന്ന ദൈവത്തിൻ്റെ വലിയ നേഷനാണ്, ദൈവത്തിൻ്റെ ഗ്രേറ്റ് നേഷനാണ് ചർച്ച് ഓഫ് ഗാഡ്. ഇന്ത്യയിൽ ചർച്ചിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കർത്താവ് മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്ന ഇയറാണ് 2024. ഒരുപാട് തിരസ്കരണങ്ങൾ ദൈവസഭ ഇന്ത്യയിൽ അനുഭവിച്ചു. ഇന്നും വിവിധ സ്ഥലങ്ങളിൽ കഠിനമാകുന്ന പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നത് തന്നെ തിരസ്കരണത്തിനു വേണ്ടിയുള്ള ഒരു അടയാളമാക്കി ലോകം ആ നിലയിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതാ 2024 അത്ഭുതകരമായിട്ട് അവിടുത്തെ ഗ്രേറ്റ്നെസ് സഭയിലൂടെ വെളിപ്പെടുവാൻ പോകുന്നു. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരിലൂടെ വെളിപ്പെടുത്തുവാൻ പോകുന്നു.
അബ്രാഹാമിനോട് പറയുമ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. ഇവിടെ നിൻ്റെ പേർ വലുതാക്കുമെന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രൊഫറ്റിക് അട്ടറൻസ് ആണ്. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്നെ അനുഗ്രഹിച്ചു നിൻ്റെ പേർ വലുതാക്കും. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാകുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാകുന്നു. യേശുവിൻ്റെ നാമം ഗ്രേറ്റ് ആകുന്നു. ഇന്നും യേശുവിൻ്റെ നാമം ഗ്രേറ്റ് ആകുന്നു. എന്നും യേശുവിൻ്റെ നാമം ഗ്രേറ്റ് ആകുന്നു. യേശുവിൻ്റെ നാമം ഗ്രേറ്റ് ആകുന്നു എന്ന് 2024 ഈ രാജ്യത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവസഭയിലൂടെ വലിയവനാകുന്ന ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. കർത്താവ് അത് വെളിപ്പെടുത്തുവാൻ പോകുന്നു. നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. അതിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. യേശുവിനെ നമ്മൾ വഹിക്കുന്നത് കൊണ്ട് യേശുവിലൂടെ ആ ഗ്രേറ്റ്നെസ് നമ്മിലും വെളിപ്പെട്ടിരിക്കും ഉറപ്പായിട്ടും. യോശുവയുടെ പുസ്തകത്തിൽ യോശുവയോട് കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന്. മോശയോടുകൂടെ ദൈവം ഇരുന്നതുപോലെ തന്നെ യോശുവയോടുകൂടെയും ദൈവം ഉണ്ട് എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. ഞാൻ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. കണ്ടോ, വ്യക്തികളിലേക്ക് ആ ഗ്രേറ്റ്നെസ് വരുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടിയാണ് അത് സംഭവിക്കുന്നത്. ഒരു മനുഷ്യനെ വലിയവനാക്കുവാൻ വേണ്ടിയല്ല. ദൈവത്തിന് ചില പർപ്പസുകൾ നടപ്പിലാക്കുവാനുണ്ട്. അതിനുവേണ്ടി മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്നവരെ കർത്താവ് ഗ്രേറ്റ് ആക്കാൻ പോകുകയാണ്. ഞാൻ ഇന്ന് അവർ കാണെ, ഇസ്രായേൽ ജനമെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവർ കാണെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. മോശയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രയീം ദേശത്ത് ഫറവോൻ്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. വെരി ഗ്രേറ്റ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയെ കേവലം ഗ്രേറ്റ് അല്ല, വെരി ഗ്രേറ്റ്, വെരി ഗ്രേറ്റ്, മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. വാ, ഏലിയാവിനെ കാണുമ്പോൾ ആഹാബിൻ്റെ മുട്ടിടിക്കുമായിരുന്നു. അതേപോലെയുള്ള കാര്യങ്ങൾ ദൈവസഭയിലൂടെ പ്രകടമാകുന്ന ഒരു വർഷമായിരിക്കും 2024. ദൈവസഭയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ്നെസ് മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്നു. ദൈവം ഉപയോഗിക്കുന്ന മോശമാരിലൂടെ, ദൈവം ഉപയോഗിക്കുന്ന യോശുവമാരിലൂടെ, ദൈവം ഉപയോഗിക്കുന്ന പൗലോസുമാരിലൂടെ, ദൈവം ഉപയോഗിക്കുന്ന ഏലിയാവുമാരിലൂടെ ഗ്രേറ്റ്നെസ് ചിലരിൽ കർത്താവ് വെരി ഗ്രേറ്റ്, മഹാശ്രേഷ്ഠത ചിലരിലൂടെ പ്രകടമാക്കുവാൻ പോകുന്നു, വെളിപ്പെടുത്തുവാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു വർഷം, വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് പുറപ്പെടുവിക്കുവാൻ പോകുന്ന വർഷം. വിശ്വാസത്തോടുകൂടെ ആ ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്സിനെ സ്വീകരിക്കുക, ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്സിനെ സ്വീകരിക്കുക. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ ഗ്രേറ്റ് എന്ന പദം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏറ്റവും അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പുത്തൻ യെരുശലേമുമായുള്ള ബന്ധത്തിലും ഗ്രേറ്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി 1:16 പോവുകയാണെങ്കിൽ അത് വെളിച്ചത്തെക്കുറിച്ചുള്ള ഗ്രേറ്റ്നെസ് ആണ്. 2 വലിയ വെളിച്ചങ്ങൾ, 2 ഗ്രേറ്റ് ലൈറ്റ്സിനെ കർത്താവ് ആമേൻ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം
അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവമുണ്ടാക്കി. 2 ഗ്രേറ്റ് ലൈറ്റ്സിനെ ദൈവമുണ്ടാക്കി എന്നാണ് അവിടെ പറയുന്നത്. 2 ഗ്രേറ്റ് ലൈറ്റ്സിനെ കർത്താവ് ഉണ്ടാക്കി. 2 ഗ്രേറ്റ് ലൈറ്റ്സ്. Then God made 2 great lights. 2 വലിയ വെളിച്ചങ്ങൾ. ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ വെളിച്ചങ്ങൾ നമ്മളോരോരുത്തരുമാണ്. സ്പിരിച്വൽ മീനിങ് സ്വീകരിക്കുമ്പോൾ, ആത്മീക അർത്ഥം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളാകുന്നു ഗ്രേറ്റ് ലൈറ്റ്. ഈ ലോകത്തിനു പ്രകാശം കൊടുക്കുവാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലൈറ്റ് നിങ്ങൾ ഓരോരുത്തരുമാകുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിൽ അത് സഭയ്ക്കുള്ളൊരു സന്ദേശമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. സഭയോട് ദൈവം പ്രവാചകനിലൂടെ വിളിച്ചു പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടത്? സഭ എന്തുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കണം? ദൈവദാസന്മാർ എന്തുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കണം? കാരണം എന്ന് പറയുന്നത് അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും നല്ല നിലയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഇരുട്ട് കൂടാൻ പോകുകയാണ്. ഇവിടെ കൂരിരുട്ടെന്ന് പറയുമ്പോൾ ഡീപ്പ് ഡാർക്ക്നെസ് എന്നാണ് ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നത്. ഡീപ്പ് ഡാർക്ക്നെസ്. ഈ ഭൂമിയിൽ ഡീപ്പ് ഡാർക്ക്നെസ്, കൂരിരുട്ട് കൊണ്ട് ഈ ഭൂമി നിറയാൻ പോവുകയാണ്. ടെക്നോളജിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഭയങ്കര ടെക്നോളജിയാണ്. എന്തൊക്കെയാണ് 2024 സംഭവിക്കാൻ പോകുന്നത്? ചില ദേവദാസന്മാർ പറയുന്നു പാസ്പോർട്ട്സ്, പല രാജ്യങ്ങളും പാസ്പോർട്ട്സ് ആവശ്യമില്ലാതെ, ആ രാജ്യങ്ങൾക്ക് പാസ്പോർട്ട്സ് ആവശ്യമില്ലാതെ വരും. അതെല്ലാം ഫേസ് ID കൊണ്ടോ അല്ലെങ്കിൽ കയ്യിലുള്ള ഫോൺ കൊണ്ടോ മാത്രം കാര്യങ്ങൾ നടക്കുന്ന നിലവാരത്തിലേക്ക് മാറുവാൻ പോകുന്നു. ആ ഫോണിലുള്ള ചിപ്പാണല്ലോ ഇപ്പോൾ പല കാര്യങ്ങൾക്കും വേണ്ടി നാം ഉപയോഗിക്കുന്നത്. ആ ചിപ്പ് കയ്യിലോ നെറ്റിയിലോ ഒക്കെ വരാനുള്ള സമയം അടുത്തു വരുന്നു. അതിപ്പോൾ ഫേസ് ID ആയി തീർന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എയർപോർട്ടിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഡിജി യാത്രയുണ്ട്. ഫേസ് ID മതി, അവിടെ പോയി നിന്നാൽ മതി. കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കണം. ഫോണിനകത്ത് ബോർഡിംഗ് പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിന്നാൽ മതി. ഡിജി യാത്രയിൽ ബോർഡിംഗ് പാസ് അപ്ലോഡ് ചെയ്താൽ മതി. അതിനുശേഷം അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കാണുമ്പോൾ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരികയാണ്. പാസ്പോർട്ടിലും അത് സംഭവിക്കാൻ പോവുകയാണ്. പാസിംഗ് ദ പോർട്ട്. ഓരോ പോർട്ടുകളും കിടക്കുവാൻ വേണ്ടിയുള്ള നമുക്കുള്ള ആ ബുക്കുണ്ടല്ലോ, പാസ്പോർട്ട്, അങ്ങനെയുള്ള കാർഡുകൾ, ഇതെല്ലാം അപ്രത്യക്ഷമാകുവാൻ പോകുന്നു. ഇതെല്ലാം കേവലം ഫോണിലാകുവാൻ പോകുന്നു. ഫോണിൽ നിന്ന് ആ ചിപ്പെടുത്ത് കയ്യിൽ വയ്ക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നു. പണം തന്നെ, പൈസ അപ്രത്യക്ഷമാകാൻ പോകുകയാണ്. ഡിജിറ്റൽ മണി വരാൻ പോകുന്നു. ചിലപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പ്രിൻ്റഡ് നോട്ട്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെ ആധുനികമായി ടെക്നോളജി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, അവർ നേരിടാൻ പോകുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, അവർക്ക് ടെക്നോളജിയെ ആശ്രയിച്ചാൽ മതി, ദൈവത്തെ ആശ്രയിക്കേണ്ടതായിട്ടില്ല. ഫലം എന്തായിരിക്കും? അവരുടെ മനസ്സ് ഇരുണ്ടു പോകും. ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തെ വിളിക്കാതെ ഈ ഭൂമിയിൽ ഒരാൾ ജീവിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, അങ്ങനെ തീരുമാനിക്കുന്നു എങ്കിൽ, അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്നത് മനസ്സിരുണ്ടു പോകും, ഹൃദയം ഇരുണ്ടു പോകും. ഒരു മനുഷ്യന് ന്യൂട്രലല്ല. ഒരാൾക്കും പറയാൻ കഴിയത്തില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെയുമല്ല പിശാചിൻ്റെ കൂടെയുമല്ല എന്ന്, ഞാൻ ടെക്നോളജിയുടെ കൂടെയാണ്. നോ, നീ ദൈവത്തിൻ്റെ കൂടെ അല്ല എങ്കിൽ നീ പിശാചിൻ്റെ കൂടെയാകുന്നു. ദൈവത്തെ ഉപേക്ഷിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും വസ്തുവിനെയോ ടെക്നോളജിയോ നീ ദൈവമാക്കുകയാണ് എങ്കിൽ നീ ഇരുട്ടിൻ്റെ പക്ഷത്തായി തീർന്നിരിക്കുന്നു. നിന്റെ ഹൃദയം ഇരുണ്ടുപോകും. അങ്ങനെ കൂരിരുട്ട് വർദ്ധിക്കാൻ പോകുമ്പോൾ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ, അതിൻ്റെ നടുവിലൊരു ഗ്രേറ്റ് ലൈറ്റ് ഷൈൻ ചെയ്യണം. ആ ഗ്രേറ്റ് ലൈറ്റ്, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ തലമുറയിലെ ഗ്രേറ്റ് ലൈറ്റ് താങ്കളാകുന്നു. ഈ തലമുറയിൽ ഇരുട്ടിൻ്റെ നടുവിൽ പ്രകാശിക്കുവാൻ വേണ്ടി യേശു വിളിച്ചിരിക്കുകയാണ് ഗ്രേറ്റ് ലൈറ്റ്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവിടെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം, അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇരുട്ടിൽ ഇരിക്കുന്ന ജനം
വലിയൊരു വെളിച്ചം കണ്ടു. ഗ്രേറ്റ് ലൈറ്റ്. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മരണത്തിൻ്റെ ദേശത്തിലും ഇരുട്ടിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ആ സ്രോതസ് താങ്കളാകുന്നു ഈ ലോകത്തിൻ്റെ വെളിച്ചം. വലിയൊരു വെളിച്ചം. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഈ വെളിച്ചമെന്ന് പറയുമ്പോൾ വെളിച്ചം ജീവനെ അടയാളമാകുന്നു. സിംബോളിക്കലി വെളിച്ചമെന്ന് പറയുന്നത് ലൈഫാണ്. ലൈഫ്, സാൽവേഷൻ ആൻഡ് ബ്ലെസ്സിങ്. അപ്പോൾ ഡാർക്ക്നെസ് എന്ന് പറയുന്നതോ ഡെത്ത്, ജഡ്ജ്മെൻറ്റ് ആൻഡ് കേഴ്സസ്. ഇരുട്ടുള്ളിടത്ത് മരണമുണ്ട്, ഇരുട്ടുള്ളിടത്ത് ന്യായവിധിയുണ്ട്, ഇരുട്ടുള്ളിടത്ത് ശാപമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വെളിച്ചം നിങ്ങളിൽ പ്രകാശിക്കുകയാണെങ്കിൽ വെളിച്ചമുള്ള ഇടത്ത് രക്ഷയുണ്ട്, വെളിച്ചമുള്ള ഇടത്ത് അനുഗ്രഹമുണ്ട്, വെളിച്ചമുള്ള ഇടത്ത് ജീവനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഈ തലമുറയിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ തലമുറയിലെ ഗ്രേറ്റ് ലൈറ്റ് താങ്കളാകുന്നു. ഈ തലമുറയിലെ ഗ്രേറ്റ് ലൈറ്റ് ഈ ശബ്ദം കേൾക്കുന്ന ആ സഹോദരിയാകുന്നു. ആ ഗ്രേറ്റ് ലൈറ്റ് ഈ ജനത്തിൻ്റെ നടുവിൽ പ്രകാശിക്കണം. ഇരുട്ടിലിരിക്കുന്ന ജനം പ്രകാശത്തിലേക്ക് ഓടി വരട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ലൂക്കോസ് 7:9 കർത്താവ് പറയുന്നത് ആമേൻ, ഗ്രേറ്റ് ഫെയ്ത്ത് എന്നാണ്. I say to you, I have not found such great faith, not even in Israel. 2024 അസാധാരണ കാര്യങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനുവേണ്ടിയുള്ള വഴികളും വാതിലുകളും കർത്താവ് തുറന്നു തരാൻ പോവുകയാണ്. പക്ഷേ അവിടെ നിങ്ങൾ ഗ്രേറ്റ് ഫെയ്ത്ത്, നിങ്ങളിൽ നിന്ന് ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടണം. നിങ്ങളിൽ തന്നെ ടോട്ടൽ ഫെയ്ത്ത് ഉണ്ട്. ആ ടോട്ടൽ ഫെയ്ത്തിനെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മനസ്സിൻ്റെ മണ്ഡലത്തിൽ സംശയം, അവിശ്വാസം, ഭയം ഇതിനെയെല്ലാം നീക്കിക്കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടണം. ഞാൻ ഒരു സ്ഥലത്തായിരുന്ന സന്ദർഭത്തിൽ ആ ദേവദാസൻ പറഞ്ഞു, ഈ ചേർച്ച് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഇവിടെയാണ് നിനക്ക് ഒരു ഗ്രേറ്റ് ഫെയ്ത്ത് ആവശ്യമായിരിക്കുന്നത്. തൻ്റെ മുൻപിൽ ഒരു ലാൻഡ് വന്നു. ആ ലാൻഡ് വാങ്ങുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തനിക്ക് ബോധ്യം കൊടുക്കുകയാണ്. ആ ബോധ്യം ലഭിച്ചു. അതിൻ്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്തു. ഒരു ഗ്രേറ്റ് ഫെയ്ത്ത് തന്നെ പുറപ്പെടുവിക്കുവാൻ ദൈവം ആ ദേവദാസിനെ സഹായിച്ചു. നിങ്ങളുടെ പക്കൽ ഇപ്പോൾ ഫൈനാൻസ് 0 ആയിരിക്കും. എന്നാൽ യേശുക്രിസ്തുവിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ മുൻപിൽ കർത്താവ് വലിയ കാര്യങ്ങൾ കൊണ്ടുവരും, ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അതിലേക്ക് നീ സ്റ്റെപ്പ് വയ്ക്കുക എന്ന് പറയും. ഒരു ഗ്രേറ്റ് പ്രോജക്റ്റിലേക്ക് നീ സ്റ്റെപ്പ് വയ്ക്കുക. നീ ആ ഗ്രേറ്റ് പ്രോജക്റ്റിലേക്ക് സ്റ്റെപ്പ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഗ്രേറ്റ് ഫെയ്ത്ത് ആവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഒന്നും നമ്മൾ നാച്ചുറലിൽ കാണത്തില്ല, അനുകൂലമായി നാച്ചുറലിൽ ഒന്നും കാണത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് സ്റ്റെപ്പ് വയ്ക്കുക. സാധാരണ നിലയിലുള്ളവർക്ക് അത് സാധിക്കുമോ? ഇല്ല. ബിയോണ്ട് ഓർഡിനറിയിലേക്ക് പോയെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഒരു ഗ്രേറ്റ്നെസ്സിലേക്ക് പോയെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിന് വേണ്ടി കാൽച്ചുവടുകൾ വയ്ക്കുവാൻ കഴിയത്തുള്ളൂ. ഞാനൊരു മറ്റൊരു സംസ്ഥാനത്തിലായിരുന്നപ്പോൾ ആ ചേർച്ചിന് അവർക്ക് ചേർച്ചിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് 8 crores ആവശ്യങ്ങളാണ് വന്നത്. അപ്പോൾ അതിൻ്റെ തുടക്ക സമയത്ത് ആ ദേവദാസൻ 0-യിൽ നിന്നാണ്, ഒന്നുമില്ല, 0-യിൽ നിന്ന് അതിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിനറിയാം 8 crores ഒരു പ്രോജക്റ്റിലേക്ക് അതിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ എന്താവശ്യമാണ്? ഗ്രേറ്റ് ഫെയ്ത്ത് ആവശ്യമാണ്. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്നവർ വിശ്വസിക്കുക, ഇതൊരു ഇയർ ഓഫ് ഗ്രേറ്റ്നെസ് ആകുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രേറ്റ് ഫെയ്ത്ത് ക്ലെയിം ചെയ്യുക. വിശ്വാസത്തോടുകൂടെ ഗ്രേറ്റ് ഫെയ്ത്ത് ക്ലെയിം ചെയ്യുക. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഗ്രേറ്റ് ജോയ്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വിദ്വാൻമാർ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഗ്രേറ്റ് ജോയ്.
അവിടെ ഗ്രേറ്റ് ജോയ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റ് ജോയ്. അങ്ങനെയെങ്കിൽ 2024 ഗ്രേറ്റ് ജോയ് കർത്താവ് തരാൻ പോകുകയാണ്. ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഇയർ. ജോയിൽ ജീവിക്കുന്നു. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ ജോയ് ആണല്ലോ. അവിടെ ഓക്സിജൻ്റെ ആവശ്യമില്ല. ഇന്ന് നമ്മളിവിടെ ശ്വസിക്കുന്നത് പോലെ ജീവിക്കുവാൻ വേണ്ടി അവിടെ നമുക്ക് ശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് യേശുവല്ലേ. അവിടെ അറ്റ്മോസ്ഫിയർ തന്നെ ജോയ് ആണ്. ജോയ് ആണ് അവിടെ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ശ്വസിക്കുന്നത്. ആ ഗ്രേറ്റ് ജോയുടെ മാനിഫെസ്റ്റേഷൻ ആ അളവിൽ തന്നെ സംഭവിക്കട്ടെ ഭൂമിയിൽ. ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകട്ടെ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലുള്ള ജോയ് തന്നെ ഭൂമിയിൽ അനുഭവിക്കണം. 2024 സ്വർഗത്തിലുള്ള ജോയ് തന്നെ ഭൂമിയിൽ അനുഭവിക്കുവാൻ യേശു നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ ജോയ് നമ്മിൽ നിറയുമ്പോൾ അതിൻ്റെ പരിണിതഫലം എന്താണെന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ 8-ാമത്തെ അധ്യായം 8-ാം വാക്യത്തിൽ, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. പട്ടണങ്ങളെ സന്തോഷിപ്പിക്കുന്നവരായി തീരട്ടെ. വ്യക്തികളെ സന്തോഷിപ്പിക്കുന്നവരാക്കുക എന്നതാണ് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം. വീടുകളെ സന്തോഷിപ്പിക്കുക, അതിൻ്റെ അടുത്ത എക്സ്റ്റൻഷനാണ് പട്ടണത്തെ സന്തോഷിപ്പിക്കുക. നീ ഒരു പട്ടണത്തിൽ ചെന്നാൽ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടാകണം. അടുത്ത എക്സ്റ്റൻഷൻ ഒരു സംസ്ഥാനത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുക. ആമേൻ. നിൻ്റെ ശുശ്രൂഷ മൂലമായിട്ടൊരു സംസ്ഥാനം മുഴുവൻ സന്തോഷിക്കട്ടെ. എന്തിനേറെ ഒരു നേഷൻ മുഴുവൻ സന്തോഷിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ലോകരാജ്യങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സ്വാഗതം ചെയ്യുകയാണ്. ലോകരാജ്യങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. ഓ ലോർഡ് ജീസസ്, താങ്ക് യു ഫോർ the word of God. Thank you for the year of greatness. ആമേൻ. മഹനീയമാകുന്ന വർഷത്തിനായി സ്തോത്രം. മഹത്വം വെളിപ്പെടുന്ന വർഷത്തിനായി സ്തോത്രം. ഗ്രേറ്റ്നെസ് വെളിപ്പെടുന്ന, അങ്ങയുടെ മഹിമ വെളിപ്പെടുന്ന വർഷത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കൊണ്ടും തീരുന്നില്ല. കർത്താവ് നിങ്ങൾക്ക് ഗ്രേറ്റ് ബോൾനെസ് തരുവാൻ പോകുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഗ്രേറ്റ് ബോൾനെസ് നിങ്ങൾക്ക് നൽകി തരുവാൻ പോകുന്നു. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവിടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കാണുവാൻ കഴിയുന്നത് 2 Corinthians chapter 3 and verse number 12 പറയുന്നത്, therefore since we have such hope we use great boldness of speech. Great boldness of speech. Great boldness of speech. വാ, അസാധാരണമാകുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ധൈര്യം കർത്താവ് നൽകി തരാൻ പോകുകയാണ്. ഉന്നതനാകുന്ന ഒരു ഓഫീസർ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ചുമതലയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോക്കൽ പാസ്റ്ററെ വിളിച്ചിട്ട് ഓഫീസിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ മറ്റ് ഓഫീസേഴ്സ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നതിനാൽ ഞാൻ ഓഫീസിൽ ചാർജ് എടുക്കുന്ന ദിവസം എൻ്റെ പാസ്റ്റർ വന്ന് എൻ്റെ ഓഫീസിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. അത് ബോൾനെസ്സാണ്. തനിക്ക് ചിലപ്പോൾ ഒരു ഭീഷണിയായി തീരാൻ സാധ്യതയുണ്ട്. തൻ്റെ ജോലിയെപ്പോലും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മേലൊരു വലിയ ബോൾനെസ് വന്നു. ആ ബോൾനെസ്സിന് മുമ്പിൽ ആ തീരുമാനം തനിക്ക് നടപ്പിലാക്കുവാൻ കഴിഞ്ഞു. ഗ്രേറ്റ് ബോൾനെസ്. കർത്താവ് ഗ്രേറ്റ് ബോൾനെസ് നൽകി തരുന്നു. സുവിശേഷം പറയുവാൻ ഗ്രേറ്റ് ബോൾനെസ് കർത്താവ് നൽകി തരാൻ പോകുന്നു. അവിടെ കൊണ്ട് തരുന്നില്ല, ഗ്രേറ്റ് കോൺഫിഡൻസ് കർത്താവ് നൽകി തരുവാൻ പോകുന്നു. 2 കൊരിന്ത്യർ 8:22 2 കൊരിന്ത്യർ അതിൻ്റെ 8-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ആൻഡ് വി ഹാവ് സെൻറ്റ് വിത്ത് ദം അവർ ബ്രദർ. താഴോട്ട് വരുമ്പോൾ ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് കോൺഫിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മലയാളത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 കൊരിന്ത്യർ അതിൻ്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, തനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ധൈര്യം പെരുകുകയാൽ, ആ കോൺഫിഡൻസിനെ ധൈര്യം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പെരുകുകയാൽ, ഗ്രേറ്റ് എന്നുള്ളത് പെരുകുകയാൽ, ധൈര്യം പെരുകുകയാൽ. ആമേൻ, ഹല്ലേലൂയ. കോൺഫിഡൻസ് ഗ്രേറ്റ് ആകാൻ പോകുകയാണ്. ചില കാര്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുമെന്ന് നമ്മൾ ഫെയ്ത്തിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആകുവാൻ പോകുകയാണ്. ഓ
നിനക്ക് ആ ജോലി ലഭിക്കാൻ പോകുന്നു. നീ കോൺഫിഡൻ്റ് ആകുവാൻ പോകുകയാണ്. ആ ഇൻ്റർവ്യൂവിൽ നീ കോൺഫിഡൻ്റ് ആകുവാൻ പോകുകയാണ്. ആ എക്സാമിൽ നീ കോൺഫിഡൻ്റ് ആകുവാൻ പോകുകയാണ്. 2024 ഗ്രേറ്റ് കോൺഫിഡൻസ് കർത്താവ് യേശു നൽകി തരുവാൻ പോകുന്നു. ഗ്രേറ്റ് കോൺഫിഡൻസ്. ഓ മാസ്റ്റർ, വി പ്രൈസ് യു, വി ഗിവ് യു ഗ്ലോറി, ഓണർ ആൻഡ് പ്രൈസ്. ഹല്ലേലൂയ. അവിടെ കൊണ്ടും തീരുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ ടൈറ്റസ് 2:3 കാണാൻ കഴിയുന്നുണ്ട്. തീത്തോസ് 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഗ്രേറ്റ് ഹോപ്പ് എന്നാണ്. ചെറിയ ഒരു പ്രത്യാശയല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ വലിയ പ്രത്യാശയാണ്. ഇവിടം കൊണ്ട് തീരുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല നമ്മൾ ഒരുങ്ങുന്നത്. നമ്മൾ വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് ഉറപ്പുള്ളവരാകുന്നു. നമ്മുടെ പ്രത്യാശ ഇവിടം കൊണ്ട് തീരുന്നതല്ല, നിത്യതയെക്കുറിച്ച് ഉറപ്പുള്ളവരാകുന്നു നാം ഓരോരുത്തരും. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് 12-ാമത്തെ വാക്യത്തിൽ, മലയാളത്തിൽ 12-ാമത്തെ വാക്യത്തിൽ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്, ഭാഗ്യകരമായ, ഗ്രേറ്റ് ഹോപ്പിനെ മലയാളത്തിൽ ഭാഗ്യകരമാകുന്ന പ്രത്യാശ എന്ന് വിളിച്ചിരിക്കുന്നു. ഗ്രേറ്റ് ഹോപ്പ്. നമ്മുടെ ഹോപ്പ് എന്താണ്? നമ്മുടെ പ്രത്യാശ എന്താണ്? ഗ്രേറ്റ് ഹോപ്പ്. ഒരു വലിയ പ്രത്യാശ ഉള്ളവരാകുന്നു. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രത്യാശയല്ല നമ്മുടെ പ്രത്യാശ. ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറിയോ പണിത വീടോ ഒന്നുമല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ അനന്തമാകുന്ന പ്രത്യാശയാകുന്നു. ലോകത്തിൽ എന്തും സംഭവിക്കട്ടെ, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇനി പുതിയ യുദ്ധങ്ങൾ പലയിടത്തും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പലതും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. വൈറസുകൾ വരുന്നു, അടുത്ത വൈറസുകൾ വരുന്നു. ലോകജനത പല നിലകളിലുള്ള ഭയങ്ങൾക്ക് അവർ അധീനരായിരിക്കുമ്പോൾ, അതിന് വിധേയപ്പെട്ട് ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോൾ, ഭയരഹിതമായി ജീവിക്കുവാൻ, ആശയോടുകൂടെ ജീവിക്കുവാൻ, വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടോടുകൂടെ ജീവിക്കുവാൻ വേണ്ടി അവിടുന്ന് നമുക്ക് ഗ്രേറ്റ് ഹോപ്പ് നൽകിയിരിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഗ്രേറ്റ് ഹോപ്പ്. ഹല്ലേലൂയ. ആൻഡ് ഫൈനലി Acts chapter 6 and verse number 8 കാണാൻ കഴിയുന്നുണ്ട്. ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ഈ വർഷത്തിൽ 2024 ആക്ട്സ് ചാപ്റ്റർ 6 and verse number 8 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. സ്റ്റീഫൻ, full of faith and power, did great wonders and signs among the people. ഈ വർഷം great wonders and signs. അപ്പോസ്തലപ്രവൃത്തി 6-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ. ഇപ്പോൾ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണിൻ്റെ മുൻപിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ഗ്ലോറി ടു ജീസസ്. ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്. പരിശുദ്ധ പിതാവേ, 2024 ആരംഭ ദിവസം ജാനുവരി മാസം 1-ാം തീയതി ഞങ്ങൾക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ഗ്രേറ്റ്നെസ്സിന് വേണ്ടി കണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദിസ് ഈസ് ആൻ ഇയർ ഓഫ് ഗ്രേറ്റ്നെസ്. കർത്താവെ, ഇത് അങ്ങയുടെ മഹിമയുടെ വർഷമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ കാര്യങ്ങൾ വെളിപ്പെടുന്ന വർഷമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആയിരക്കണക്കിന് പ്രാവശ്യമാണ് ബൈബിളിൽ ഗ്രേറ്റ് 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 എന്ന് കാണുവാൻ കഴിയുന്നത്. അങ്ങയുടെ ഗ്രേറ്റ്നെസ് വെളിപ്പെടുന്ന, സഭയിലൂടെ വെളിപ്പെടുന്ന, അഭിഷക്തരിലൂടെ വെളിപ്പെടുന്ന, യേശുവിൽ ആശ്രയിക്കുന്നവരിലൂടെ വെളിപ്പെടുന്ന ഒരു വർഷമാക്കി തീർത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഈ പുതിയ വർഷത്തിൻ്റെ 1-ാം ദിവസം തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നവർ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പുരോഗമിക്കട്ടെ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അവർ മുന്നേറട്ടെ. മഹിമ കൊണ്ട് നിറഞ്ഞവരായി, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, കർത്താവെ, ആ നിലയിലുള്ള വർധനവുകൾ അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആശിഷ മാരി ഇപ്പോൾ പെയ്തിറങ്ങട്ടെ. സകല മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ.
ഈ പ്രഭാഷണം കേട്ട് നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് അവിടുത്തെ സകലവിധമാകുന്ന ആശീർവാദങ്ങളാൽ നിറയ്ക്കട്ടെ. ഈ എപ്പിസോഡ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.